അടുത്തത് നമുക്ക് ഇടവക്കൂറാണ്. ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ 3 പാദം, 2ഉം 3ഉം 4ഉം പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ അര ആദ്യത്തെ 2ാമത്തെയും പാദങ്ങൾ ചേർന്നതാണ്. ജോലിയിൽ ഫെബ്രുവരി 3 മുതൽക്ക് കർമ്മസ്ഥാനത്താണ് ബുധൻ വരിക. ജോലി അല്ലെങ്കിൽ ഈ കർമ്മ മേഖല സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടക്കും. അങ്ങനെ തീരുമാനങ്ങളുണ്ടായേക്കാം. ഫെബ്രുവരി 6-ന് ശുക്രൻ കൂടെ 10-ൽ വരികയാണ്, 10ാം ഭാവത്തിൽ, അതായത് കർമ്മഭാവത്തിൽ വരികയാണ്. സ്ഥാനക്കയറ്റങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഹയറപ്സിൻ്റെ ഒക്കെ പിന്തുണയും ഒക്കെ ഉണ്ടാകും. അതുപോലെ പൊതുവായിട്ട് അവൻ്റെ ജോലിയിലും മറ്റും അംഗീകാരവും ഉണ്ടാകാവുന്ന കാലമാണ്. ധനപരമായിട്ട് ആഴ്ചയുടെ അവസാന ഭാഗത്ത് ശമ്പള വർധന ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബോണസും മറ്റുമൊക്കെ കിട്ടേണ്ടവർക്ക് അതൊക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ചില കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ഭദ്രമായിട്ടുള്ള ഒരു ആഴ്ചയാണിത്. ആരോഗ്യപരമായിട്ട് തൊണ്ട സംബന്ധിച്ച് അല്ലെങ്കിൽ കഴുത്ത് സംബന്ധിച്ച് അല്ലെങ്കിൽ വോക്കൽ കോഡ് അങ്ങനെയൊക്കെയുള്ള അത് സംബന്ധിച്ചുള്ള ചില അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ അളവിൽ ഉണ്ടായേക്കാം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. പരിഹാരമായിട്ട് വ്യാഴാഴ്ച വ്യാഴഗ്രഹത്തിന് അഥവാ ഗുരുവിന് പൂജ നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ യഥാശക്തി വഴിപാടൊക്കെ നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക, അങ്ങനെയുള്ള അത് വേണ്ടപ്പെട്ടവർക്ക്, അത് വേണ്ട അർഹതയുള്ളവർക്ക് മഞ്ഞ വസ്ത്രം കൊണ്ടുള്ള സാരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതായിരിക്കും. അതുപോലെ ധനം ദാനം ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഈ ഒരാഴ്ച ഉണ്ടായേക്കാവുന്ന ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിന് നല്ലതാണ്. ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. ഈ പൂയം എന്നുള്ളത് പുഷ്യ നക്ഷത്രം എന്നാണ് അതിന് പറയുക. ഇതിൻ്റെ അധിദേവത സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമഃ പുരുഷ പൂർവജ നമഃ എന്ന് പറയാറുണ്ട്. അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മ പരമാത്മ ബന്ധം, ബ്രഹ്മമായിട്ടുള്ള സംയോഗം ത്തെ സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ. സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഗുരുവാണ്. സാക്ഷാൽ സദാശിവൻ ഗുരു, ഈശ്വരൻ്റെ പോലും ഗുരു, ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാഡിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ. ഇനി അതിന് മുകളിലേക്ക് മറ്റൊന്നില്ല. ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ്. വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം. അത് ഈ മാസം ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക, അവിടെ വ്രതമെടുക്കുക, ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ, നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ, പഠന സംബന്ധമായിട്ട്, അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത്. നമസ്കാരം.